ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി തിരുവടികൾ എഴുതിയ രാമായണ തത്വം. ആരണ്യകാന്ഡം. ചിത്രകൂടം വിട്ട് ദണ്ഡകാരണ്യത്തിലേക്ക് പോവാൻ തീർച്ചപ്പെടുത്തിയത് ഭരതൻ മടങ്ങിപ്പോയതിനു ശേഷം പിന്നെയും ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ്. അയോധ്യയിൽ നിന്ന് പലപ്പോഴും ആളുകൾ വന്ന് ശല്യപ്പെടുത്താൻ തുടങ്ങി. അതാണ് അവിടം വിട്ടു പോകണമെന്ന് തീർച്ചപ്പെടുത്താൻ തന്നെ കാരണം. അങ്ങനെ ഒരു ദിവസം പ്രഭാതത്തിൽ നിത്യകൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെയുള്ള തപസ്വികളോടൊക്കെ യാത്ര പറഞ്ഞ് ശ്രീരാമൻ സീത ലക്ഷ്മണന്മാരോടുകൂടി ചിത്രകൂടം വിട്ടു ഭയങ്കരമായ ദണ്ഡക വനത്തിലേക്ക് പോവാനായി പുറപ്പെട്ടു. വളരെ വഴി നടന്ന് അന്ന് അത്രി മഹർഷിയുടെ പുണ്യാശ്രമത്തിലെത്തി. അത്രി മഹർഷിയും അനസൂയാദേവിയും അവരെ വളരെ ആദരവോടുകൂടി സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ചെയ്തു. അവരുടെ സൽക്കാരങ്ങളെ സ്വീകരിച്ച് അന്നവിടെ കഴിച്ചുകൂട്ടി. ദണ്ഡകവനത്തിലെ ആപത്തുകളെയും ഭയങ്കരതകളെയും ഒക്കെ അത്രി മഹർഷി അവർക്ക് വേണ്ട പോലെ പറഞ്ഞു കൊടുത്തു. പോവാനുള്ള മാർഗങ്ങളെയും താമസിക്കാനുള്ള താവളങ്ങളെയും പറഞ്ഞു കൊടുത്തു. ഏതായാലും പിറ്റേ ദിവസം പ്രഭാതത്തിൽ നിത്യകൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് ഭഗവാൻ യാത്രയ്ക്ക് ഒരുങ്ങി. യാത്ര പറയുന്ന സമയത്ത് അനസൂയാദേവി സീതയ്ക്ക് 2 കർണാഭരണങ്ങളും 2 വസ്ത്രങ്ങളും കുറെ കുറിക്കൂട്ടും കൊടുത്തു. അതൊക്കെ വാങ്ങി പതുക്കെ യാത്രയായി. അധികം താമസിയാതെ ഭയങ്കരവും നിബിഡവും ദുഷ്ടമൃഗങ്ങളുടെയും നരഭുക്കുകളായ രാക്ഷസന്മാരുടെയും സങ്കേതമായ ദണ്ഡകവനത്തിൽ പ്രവേശിച്ചു. ആദിത്യരശ്മി നിലം തട്ടാത്ത നിലയിൽ ഇടതൂർന്നു നിൽക്കുന്ന വനത്തിൻ്റെ ഭയാനകതയും ദുഷ്ടമൃഗങ്ങളുടെ അട്ടഹാസങ്ങളും അനന്തമായ വിജനതയും എല്ലാം കൂടി ആ ഘോരാടവി ആരെയും ഭയപ്പെടുത്തത്തക്കത് തന്നെ എന്ന് ബോധ്യമായി. അതിനാൽ ലക്ഷ്മണനോട് വില്ലിൽ ഞാൻ കെട്ടി ശരം തൊടുത്ത് തയ്യാറായിരിക്കാൻ പറഞ്ഞു. സീതയെ നടുവിലാക്കി രണ്ടാളും സീതയുടെ മുന്നിലും പിന്നിലുമായി നടന്നു. അങ്ങനെ കുറേ ദൂരം അത്യന്ത ദുർഗമമായ ആ ഘോര വനത്തിൽ കൂടെ സഞ്ചരിച്ചപ്പോഴേക്ക് 3 ആളും ക്ഷീണിച്ച് തളർന്ന് പരവശന്മാരായി. കുറച്ച് വിശ്രമിക്കാതെ വയ്യെന്നായി. അതിനാൽ അടുത്ത് കണ്ട ഒരു പൊയ്കയിലിറങ്ങി കൈകാൽ കഴുകി വെള്ളം കുടിച്ച് മരത്തണലിൽ വന്നിരുന്ന് വിശ്രമിച്ചു. വിരാധവധം. അങ്ങനെ കുറച്ചു നേരം ഇരുന്നപ്പോഴേക്ക് ആ കാട് മുഴുവൻ മാറ്റൊലി കൊണ്ട് ഞെട്ടിപ്പിക്കുമാറ് ഭയങ്കരമായൊരു അട്ടഹാസം അധികം ദൂരത്ത് നിന്നല്ലാതെ കാട്ടിനുള്ളിൽ നിന്ന് കേട്ടു. സീതാദേവി ഞെട്ടി ഭയപ്പെട്ട് 4 ഭാഗവും നോക്കാൻ തുടങ്ങി. ശ്രീരാമൻ ധൈര്യപ്പെടുത്തി സമാധാനിപ്പിച്ചു. അധികം കഴിയുന്നതിന് മുമ്പ് ആ അട്ടഹാസത്തിൻ്റെ കർത്താവ് അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. കണ്ടാൽ മതി, എന്നാൽ തന്നെ മനുഷ്യൻ ഭയപ്പെട്ട് വീണു മരിക്കും. അത്രയും ഭയങ്കര സ്വരൂപിയായ ഒരു രാക്ഷസൻ. ജീവികളുടെ കുടൽമാലകളും എല്ലുകൊണ്ടുണ്ടാക്കിയ മാലകളുമാണ് അലങ്കാരം. ചന്ദ്രക്കല പോലുള്ള 2 ഭയങ്കര ദംഷ്ട്രങ്ങൾ, ഉരുട്ടിമിഴിച്ച വട്ടക്കണ്ണുകൾ, മല പോലുള്ള ശരീരം, കയ്യിൽ വളരെ വലുതും കരാളവുമായൊരു ശൂലം. ആനയെയും മറ്റുമാണ് ശൂലത്തിൽ കുത്തിക്കോർത്ത് പിടിച്ചിരിക്കുന്നത്. ആകപ്പാടെ അത്യന്ത ബീഭത്സമായ ആ സത്വത്തിൻ്റെ കാഴ്ച തന്നെ അസഹ്യമെന്നേ പറഞ്ഞുകൂടൂ. കണ്ട ഉടനെ ആ രാക്ഷസൻ ഉറക്കെ അട്ടഹസിച്ചുകൊണ്ട് വായും പിളർന്ന് ശ്രീരാമനെയും സീത ലക്ഷ്മണന്മാരെയും വിഴുങ്ങാനായി പാഞ്ഞെടുത്തു. ഭഗവാൻ വില്ല് തയ്യാറാക്കി ശരം തൊടുത്തു. അത് കണ്ടപ്പോൾ അല്പം സങ്കോചത്തോടെ അവിടെ നിന്നുകൊണ്ട് ഭഗവാനോട് സംസാരിച്ചു. നിങ്ങൾ ആരാണ്, എന്തിനിവിടെ വന്നു എന്ന്. അത് കേട്ടപ്പോൾ ഭഗവാൻ ഉള്ള സംഗതികൾ വളരെ ചുരുക്കി പറഞ്ഞു കൊടുത്തു. അപ്പോൾ രാക്ഷസൻ വളരെ കാരുണ്യത്തോടുകൂടി മറുപടി പറഞ്ഞു. സീതയെ അവിടെ വിട്ട് 2 ആളും ഓടിപ്പോകുന്ന പക്ഷം അവരെ തൽക്കാലം കൊല്ലുന്നില്ലെന്നാണ് രാക്ഷസന്റെ കാരുണ്യപൂർണമായ വാക്കിൻ്റെ ചുരുക്കം. ഭഗവാൻ അത് കേട്ടൊന്ന് പുഞ്ചിരിച്ചു. ഉടനെ ഒരു ബാണം കൊണ്ട് രാക്ഷസന്റെ 2 കൈകളും മുറിച്ചു ഭഗവാൻ. അപ്പോൾ വായും പിളർന്ന് ഓടി വന്നു. 2 കാലുകളെയും മുറിച്ചു. അതുകൊണ്ടും നിരാശനാവാതെ അവൻ പാമ്പ് പോലെ ഇഴഞ്ഞു വന്ന് വിഴുങ്ങാൻ തുടങ്ങി. അപ്പോൾ അവസാനമായി അവൻ്റെ കണ്ഠവും മുറിച്ചു ഭഗവാൻ. ചിറകറ്റ് പർവ്വതം വീഴും പോലെ ആ ഭയങ്കര സത്വം ചത്ത് മറിഞ്ഞു വീണു. പെട്ടെന്ന് ആ ശരീരത്തെ വിട്ട ജീവൻ തേജസ്സേറിയ ഒരു ദിവ്യ സ്വരൂപത്തിൽ ആകാശത്ത് നിന്ന് ഭഗവാനെ സ്തുതിച്ചു. വിരാധസ്തുതി. ഭഗവാൻ ശ്രീരാമചന്ദ്ര,
അങ്ങേക്ക് നമസ്കാരം. ഞാനൊരു വിദ്യാധരനായിരുന്നു. പറയത്തക്ക കാരണമൊന്നുമില്ലാതെ ദുർവാസാവു മഹർഷി ശപിച്ചാണ് എന്നെ ഇങ്ങനെയാക്കിയത്. ഭാഗ്യം കൊണ്ട് ഇപ്പോൾ അവിടുത്തെ ദർശനം കിട്ടാനും ശപിക്കപ്പെട്ട രാക്ഷസ യോനിയിൽ നിന്ന് രക്ഷപ്പെടാനും ഇടയായല്ലോ. ഞാൻ ധന്യനായി. ഇനിയെങ്കിലും എൻ്റെ മനോബുദ്ധി ഇന്ദ്രിയങ്ങൾ അങ്ങയെ വിട്ട് മറ്റൊന്നിൽ പോവാതിരിക്കത്തക്ക നിലയിൽ നിഷ്കളങ്കമായ ഭക്തി എനിക്കുണ്ടാവണേ. എൻ്റെ വാക്ക് അങ്ങയുടെ മഹിമകളെ വാഴ്ത്താനും എൻ്റെ മനസ്സ് അവിടുത്തെ ശ്രീമൂർത്തിയെ ധ്യാനിക്കാനും കൈകൾ അങ്ങയെ പൂജിക്കാനും ശിരസ് നമസ്കരിക്കാനുമുള്ളതായി തീരട്ടെ. ആ നിലയിൽ അനുഗ്രഹിക്കണമേ. ഇപ്രകാരം സ്തുതിച്ച് നമസ്കരിച്ച വിദ്യാധരനെ അനുഗ്രഹിച്ചയച്ച ശേഷം ഭഗവാൻ പിന്നെയും സീതാലക്ഷ്മണന്മാരോടുകൂടി ഭയങ്കരമായ ആ കാട്ടിൽ കൂടി നടന്ന് വൈകുന്നേരമായപ്പോഴേക്ക് ഒരു ആശ്രമ പരിസരത്തെത്തി. ശരഭംഗൻ എന്ന് പ്രസിദ്ധനായ ഋഷിയുടേതായിരുന്നു ആ പുണ്യാശ്രമം. തപസ്വി ലോകത്ത് വളരെ പേരുകേട്ട ആളായിരുന്നു ശരഭംഗ മഹർഷി. അദ്ദേഹത്തിൻ്റെ തപോവൈഭവം അപാരവുമാണ്. വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഭഗവാൻ അയോധ്യയിൽ ദശരഥപുത്രനായി ശ്രീരാമചന്ദ്ര സ്വരൂപേണ അവതരിക്കാൻ പോകുന്നുണ്ടെന്ന വർത്തമാനം സിദ്ധന്മാരുടെ മുഖത്ത് നിന്ന് കേട്ടപ്പോൾ ശരഭംഗന് 3 ശ്വാസകാലം മാത്രമേ ആയുസ് ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ആ 3 ശ്വാസം കൊണ്ടാണ് അദ്ദേഹം ഇത്രയും കാലം ജീവിച്ചത്. ശ്വാസഗതിയെ നിശ്ശേഷം നിരോധിച്ചവനെന്ന അർത്ഥത്തിലാണ് അദ്ദേഹത്തിന് ശരഭംഗൻ എന്ന പേര് തന്നെ പ്രസിദ്ധമായി തീർന്നത്. ഇത്രയും തപപ്രഭാവവും ആത്മനിയന്ത്രണവും സാധിച്ച മറ്റൊരു തപസ്വി ഇല്ലെന്നാണ് പറഞ്ഞു വരാറ്. ശ്രീരാമനും അദ്ദേഹത്തിൻ്റെ യോഗ്യതകളൊക്കെ തപസ്വികളിൽ നിന്ന് കേട്ടറിഞ്ഞിട്ടുണ്ട്. കാണണമെന്ന ആഗ്രഹവും ഉണ്ടായിരുന്നു. അതിനാൽ ശരഭംഗാശ്രമത്തിലാണ് തങ്ങൾ എത്തിച്ചേർന്നത് എന്നറിഞ്ഞപ്പോൾ ഭഗവാന് വളരെ സന്തോഷമായി. അന്തേവാസികൾ ഭഗവാന്റെ ആഗമന വൃത്താന്തത്തെ അറിയിച്ചപ്പോൾ അത്യന്തം സന്തുഷ്ടനായ ശരഭംഗൻ എഴുന്നേറ്റ് പുറത്തു വന്ന് വളരെ ഭക്തിയോടും ബഹുമാനത്തോടും കൂടി സ്വീകരിച്ച് കൂട്ടിക്കൊണ്ടുപോയി വിധിയാവണ്ണം പൂജിച്ച് സൽക്കരിച്ചു. അനന്തരം അദ്ദേഹം പറഞ്ഞു, ഹേ രാമചന്ദ്ര, കരുണാമയ, വളരെ കാലമായി ഞാൻ അങ്ങയെ പ്രതീക്ഷിച്ചുകൊണ്ടിവിടെ കഴിച്ചു കൂട്ടുന്നു. ഭാഗ്യം കൊണ്ട് ഇന്നെങ്കിലും എൻ്റെ ചിരകാല വാഞ്ചിതം സഫലമായല്ലോ. ഇനി എനിക്ക് ലോകത്തിലൊന്നും സാധിക്കേണ്ടതായിട്ടില്ല. ജീവിതം കൊണ്ട് സാധിക്കേണ്ടതെല്ലാം സാധിച്ചു കഴിഞ്ഞു. ഇനിയും ജീവിതത്തെ നീട്ടിക്കൊണ്ടു പോകുന്നത് അനാവശ്യമാണ്. അതിനാൽ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഞാൻ വളരെ തപസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വകയായി അനവധി സുഹൃതവും എന്നിലുണ്ട്. പക്ഷേ അതൊന്നും ഇന്നെനിക്ക് ആവശ്യമില്ല. അതിനാൽ അവയെല്ലാം അങ്ങയിൽ അർപ്പിച്ച് ഞാൻ പരമപദം പ്രാപിക്കാൻ പോവുകയാണ്. അതിനങ്ങനെ അനുവദിക്കുകയും അനുഗ്രഹിക്കുകയും വേണം എന്ന് പറഞ്ഞ് തൻ്റെ എല്ലാ സുഹൃതങ്ങളെയും ഭഗവാങ്കൽ അർപ്പിച്ചതായി സങ്കല്പിച്ച് നമസ്കരിച്ചു. അനന്തരം എഴുന്നേറ്റ് ഭഗവാന്റെ അനുവാദത്തെയും അനുഗ്രഹത്തെയും വാങ്ങി വേഗത്തിൽ ഒരു ചിത കൂട്ടി അഗ്നി കത്തിച്ച് ജ്വലിപ്പിച്ചു. വീണ്ടും ഭഗവാനെയും അഗ്നിയെയും വണങ്ങി ചിതാഗ്നിയിൽ ശരീരത്തെയും വിട്ട് പരമപദത്തെ പ്രാപിച്ച് ശരഭംഗയോഗീശ്വരൻ. ഈ വർത്തമാനം വളരെ വേഗത്തിൽ ദണ്ഡകാരണ്യത്തിലെ ഋഷികവാടത്തിൽ മുഴുവൻ പരന്നു. കേട്ട് ഋഷികളൊക്കെ ശരഭംഗാശ്രമത്തിലേക്ക് ഓടി വന്നു. എങ്കിലും അവരൊക്കെ എത്തിക്കഴിയുന്നതിന് മുമ്പ് തന്നെ ശരഭംഗ ശരീരം ഭസ്മമായി കഴിഞ്ഞു. ശരഭംഗയോഗിയുടെ യോഗവൈഭവവും തപശക്തിയും സ്മരിച്ച് എല്ലാവരും അദ്ദേഹത്തെ വാഴ്ത്തി സ്തുതിച്ച് നമസ്കരിച്ചു. ഭഗവാൻ ശ്രീരാമചന്ദ്രനെയും അവരെല്ലാവരും ഭക്തി ബഹുമാനങ്ങളോടെ വണങ്ങി. ഓരോരുത്തരും അവരവരുടെ ആശ്രമങ്ങളിലേക്ക് ഭഗവാനെ ക്ഷണിച്ചു. ദണ്ഡകാരണ്യത്തിലെ ഋഷി കവാടങ്ങളെയും ആശ്രമങ്ങളെയും തപസ്വികളെയും ഭഗവാന് പരിചയപ്പെടുത്തി കൊടുത്തു. അനന്തരം അവർ ഭഗവാനെയും കൂട്ടിക്കൊണ്ടുപോയി കുന്നുപോലെ കൂട്ടിക്കിടക്കുന്ന മനുഷ്യാസ്ഥികളെയും തലയോടുകളെയും കാണിച്ചു കൊടുത്തു. വേണ്ടത്ര തപശക്തി കിട്ടാതെ ദുർബലന്മാരായിരുന്ന തപസ്വികളെ രാക്ഷസന്മാർ കൊന്നുമുടിച്ചതിൻ്റെ സ്മാരകമാണ് അതെന്നും അറിയിച്ചു. ഏറ്റവും ദയനീയമായ ആ കാഴ്ച രാമചന്ദ്രൻ്റെ ഹൃദയത്തെ അതീവ ആർദ്രമാക്കി. ആവേശഭരിതനായ ഭഗവാൻ ദണ്ഡകാരണ്യത്തിലെ സകല രാക്ഷസന്മാരെയും കൊന്ന് നിർഭയമാക്കി തീർക്കുന്നുണ്ടെന്ന് ആ ഋഷി സംഘത്തിൻ്റെ മുന്നിൽ വെച്ച് അപ്പോൾ തന്നെ പ്രതിജ്ഞയും ചെയ്തു. അനന്തരം തപസ്വികളെയൊക്കെ അയച്ച ശേഷം ഭഗവാൻ അന്ന് വൈകുന്നേരമാവുമ്പോഴേക്ക് സുതീക്ഷ്ണ മഹർഷിയുടെ ആശ്രമത്തിലാണ് എത്തിച്ചേരുന്നത്. ജ്ഞാനം കൊണ്ടും തപസ്സുകൊണ്ടും അസാധാരണ വീര്യശാലിയും പ്രസിദ്ധനുമായ അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യനാണ് സുതീക്ഷ്ണൻ.
അതീവ രാമഭക്തനുമാണ്. തൻ്റെ ആരാധ്യ ദേവതയായ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സ്വയമേവ തൻ്റെ ആശ്രമത്തിലേക്ക് തന്നെ കാണാനെത്തിയ വർത്തമാനമറിഞ്ഞ സുതീക്ഷ്ണൻ അത്യന്ത ചരിതാർത്ഥനായി. ഭക്തി ബഹുമാന പരവശനായി വേഗത്തിൽ സൽക്കരിച്ച് പൂജിച്ചു. ഭക്തിപരവശനായി വീണ്ടും വീണ്ടും നമസ്കരിച്ച് സ്തുതിക്കുകയും ചെയ്തു. കരുണാമയനായ ഭഗവാൻ രാമചന്ദ്ര, അഗതിയായ ഇവനെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങ് ഇവിടേക്ക് എഴുന്നള്ളിയത്. അല്ലെങ്കിൽ അങ്ങയുടെ പാദദാസനും സംസാര ഭയം കൊണ്ടാർത്തനുമായ ഇവനെ രക്ഷിക്കാൻ അങ്ങല്ലാതെ മറ്റാരാണ് ഉള്ളത്? ഗൃഹ കുടുംബ ധനധാന്യാദി ഭയങ്കര ജന്തുക്കളാൽ ഭയാനകമായ സംസാര സമുദ്രത്തിൽ ഇനിയെങ്കിലും വീഴാനിടയാക്കരുതേ. എല്ലാ ജീവികളുടെയും ഹൃദയാന്തർഭാഗത്ത് അങ്ങ് സ്വയം വിളങ്ങിക്കൊണ്ടിരിക്കുന്നു. എങ്കിലും അങ്ങയുടെ മന്ത്രോപാസന ചെയ്യാത്തവരെ മായാവരണം കൊണ്ട് മറയ്ക്കുന്നു. ഭക്തിയോട് കൂടും വണ്ണം അങ്ങയെ ഉപാസിക്കുന്ന ഭക്തന്മാരുടെ ചിത്തത്തിൽ തെളിഞ്ഞു പ്രകാശിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ മായാശക്തി ഇവനെ ആവരണം ചെയ്യരുതേ. ഏകനായിരിക്കുന്ന അങ്ങ് ബ്രഹ്മ വിഷ്ണു മഹേശ്വര സ്വരൂപേണ ജഗത്തിൻ്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളാകുന്ന ലീലകളെ കൊണ്ട് മായാശക്തിയിൽ രമിക്കുന്നു. അങ്ങയെ ആശ്രയിച്ചുപാസിക്കുന്ന സുകൃതികൾ ഈ തത്വത്തെ അറിഞ്ഞ് സംസാരത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അങ്ങയിൽ ലയിക്കുന്നു. അല്ലാത്തവർ സംസാരത്തിൽ വലയുകയും ചെയ്യുന്നു. ഇവൻ ഇനി ഈ സംസാരത്തിൽ ഉഴരാൻ ഇടവരരുത്. എല്ലാ കരണങ്ങളെയും എപ്പോഴും അങ്ങയിൽ തന്നെ ലയിക്കുമാറാകണേ. അങ്ങയുടെ ദിവ്യസ്വരൂപം എപ്പോഴും ഇവൻ്റെ ചിത്തത്തിൽ പ്രകാശിച്ചു കാണുമാറാകണേ എന്നിങ്ങനെ സ്തുതിച്ച് നമസ്കരിച്ചു. അന്നേ ദിവസം അദ്ദേഹത്തിൻ്റെ ആതിഥ്യവും സ്വീകരിച്ച് അവിടെ താമസിച്ചു ഭഗവാൻ. പിറ്റേന്ന് പ്രഭാതത്തിൽ നിത്യകൃത്യങ്ങളും കഴിഞ്ഞ് അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. തൻ്റെ ഗുരുസന്നിധിയിലേക്കാണ് ഭഗവാൻ യാത്രയെന്നറിഞ്ഞപ്പോൾ സുതീക്ഷ്ണ മഹർഷിയും കൂടെ പുറപ്പെട്ടു. അങ്ങനെ പോയി മധ്യാഹ്നമായപ്പോഴേക്ക് അവർ അഗസ്ത്യ മഹർഷിയുടെ അനുജൻ്റെ ആശ്രമത്തിലെത്തി. അന്നേ ദിവസം അദ്ദേഹത്തിൻ്റെ ആതിഥ്യവും സ്വീകരിച്ച് അവിടെ താമസിച്ച് പിറ്റേന്ന് പ്രഭാതത്തിൽ തന്നെ അഗസ്ത്യാശ്രമത്തിലേക്ക് പുറപ്പെട്ടു. അസംഖ്യം കുടീരങ്ങളെ കൊണ്ടും പർണശാലകളെ കൊണ്ടും ധാരാളം ബ്രഹ്മർഷികളാലും രാജർഷികളാലും മറ്റ് തപസ്വികളാലും അന്തേവാസികളായ ബ്രഹ്മചാരികളാലും ഫലപുഷ്പ നിബിഡമായ വൃക്ഷലതാദികളാലും മനുഷ്യരോട് തുല്യഭാവത്തിൽ സഹകരിക്കുന്ന പക്ഷി മൃഗാദികളാലും ബ്രഹ്മലോകമെന്ന പോലെ ശോഭിക്കുന്ന പരിപാവനമായ അഗസ്ത്യാശ്രമത്തിൻ്റെ പരിസരത്തിലെത്തിച്ചേർന്നു. മധ്യാഹ്നമായപ്പോഴേക്ക് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ആദ്യം തന്നെ സുതീക്ഷ്ണൻ ആശ്രമത്തിനകത്ത് ചെന്ന് അന്തേവാസികളുടെ മധ്യത്തിൽ ഇരുന്നരുളുന്ന ഋഷിശ്രേഷ്ഠനായ അഗസ്ത്യനെ വിവരം ധരിപ്പിച്ചു. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സീതാ ലക്ഷ്മണ സമേതനായി ആശ്രമത്തിൽ വന്ന് തന്നെ കാണാൻ എത്തിയിട്ടുണ്ടെന്ന വർത്തമാനം കേട്ട ഉടനെ സന്തോഷം കൊണ്ട് മതിമറന്ന അഗസ്ത്യ മഹർഷി വേഗത്തിൽ കൂട്ടിക്കൊണ്ടുവരാൻ നിർദ്ദേശിച്ചു. താൻ സ്വയമേവ ഭഗവാനെ എതിരേൽക്കാൻ വേണ്ടി ആശ്രമത്തിൻ്റെ ബഹിർദ്വാരത്തേക്കിറങ്ങി നടക്കുകയും ചെയ്തു. സുതീക്ഷ്ണൻ വളരെ ഭക്തിയോടെ തൻ്റെ ഗുരുവിൻ്റെ നിർദ്ദേശത്തെ ഭഗവാനെ അറിയിച്ചു. വേഗത്തിൽ കൂട്ടിക്കൊണ്ടുപോന്നു. ആശ്രമദ്വാരത്തിലെത്തിയപ്പോൾ സാക്ഷാൽ ബ്രഹ്മദേവനെപ്പോലെ തേജോമയനും ജ്ഞാനസ്വരൂപിയുമായ അഗസ്ത്യ മഹർഷിയെ കണ്ട് വർദ്ധിച്ച ഭക്തി ബഹുമാനങ്ങളോടെ ഭഗവാൻ സീതാലക്ഷ്മണന്മാരോടുകൂടി സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. മഹർഷീശ്വരൻ അവരെ അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിച്ച് അന്യോന്യം കുശലപ്രശ്നം ചെയ്ത് കൂട്ടിക്കൊണ്ടുപോന്ന് ആശ്രമാന്തർഭാഗത്തിരുത്തി ഉചിതമാം വണ്ണം സൽക്കരിച്ച് പൂജിച്ചു. അനന്തരം തത്വസംഫുല്ലങ്ങളായ വാക്യങ്ങളെ കൊണ്ട് ഭഗവാനെ സ്തുതിക്കുകയും ചെയ്തു.